കാലാൾപ്പടയുടെ കരുത്തും പീരങ്കികളുടെ ഗർജനവും മാത്രം വിജയമുറപ്പിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആകാശത്തുനിന്ന് നിശബ്ദമായി പറന്നിറങ്ങുന്ന ഒരു കുഞ്ഞൻ ഡ്രോൺ മതി കോടികൾ വിലമതിക്കുന്ന ഒരു ഭീമൻ ടാങ്കിനെ നിമിഷാർദ്ധം കൊണ്ട് അഗ്നിഗോളമാക്കാൻ. റഷ്യ-യുക്രൈൻ യുദ്ധം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ പാഠവും ഇതുതന്നെയാണ്. യുദ്ധതന്ത്രങ്ങൾ ഇനി മാറുകയാണ്. ആധുനിക യുദ്ധമുഖങ്ങളിൽ വൻകിട മിസൈലുകളെക്കാൾ ഭീകരനായി കാമിക്കാസെ ഡ്രോണുകൾ മാറുമ്പോൾ പ്രതിരോധത്തിന്റെ പുതിയ കോട്ടകൾ പണിയാൻ ലോകശക്തികൾ നിർബന്ധിതരായിരിക്കുന്നു. ഇറാൻ നിർമ്മിത ഡ്രോണുകൾ ആഗോളതലത്തിൽ ചർച്ചയാവുകയും പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുമ്പോൾ അമേരിക്കൻ നിർമ്മിത പ്രതിരോധ കവചങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്ന സാങ്കേതിക വിദ്യകളാണ് പരീക്ഷിക്കപ്പെടുന്നത്. ഈയൊരു സാഹചര്യത്തിലാണ് റഷ്യ തങ്ങളുടെ ടാങ്കുകളെ സംരക്ഷിക്കാൻ ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു മാറ്റവുമായി വരുന്നത്. ടാങ്കുകളുടെ മുകളിൽ കൂറ്റൻ ഇരുമ്പുകൂടുകൾ വെച്ച് ഡ്രോണുകളെ തടയാൻ ശ്രമിച്ച മംഗൽ അഥവാ കോപ്പ് കേജ് കവചങ്ങളുടെ കാലം അവസാനിച്ചു കഴിഞ്ഞു. ആ പഴയ പരീക്ഷണങ്ങൾക്ക് വിട നൽകിക്കൊണ്ട് യുദ്ധക്കളത്തിൽ ശത്രുവിന്റെ കണ്ണുനീർ വീഴ്ത്താൻ റഷ്യ അവതരിപ്പിക്കുന്ന ഒരു പുതിയ പ്രതിരോധ കവചമാണ് റൊമാഷ്ക. ഒരു പൂവ് വിടരുന്നതുപോലെ മനോഹരമെന്ന് തോന്നിപ്പിക്കുമെങ്കിലും ശത്രുക്കളുടെ ചാവേർ ഡ്രോണുകളെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ കരിച്ചുകളയാൻ ശേഷിയുള്ള ഈ ഇലക്ട്രോണിക് വാർഫെയർ വിസ്മയം എങ്ങനെയാണ് ടാങ്കുകളുടെ ഭാവി മാറ്റാൻ പോകുന്നത്? വെറുമൊരു കവചത്തിനപ്പുറം ആകാശത്തുനിന്നുള്ള അന്തകനെ തകർത്തെറിയുന്ന ഈ നിഗൂഢപുഷ്പം യുദ്ധഭൂമിയിലെ പുതിയ നിയമപുസ്തകം രചിക്കുകയാണ്. റൊമാഷ്ക എന്ന പേരിനു പിന്നിലെ ആശയം തന്നെ അതിന്റെ രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു പൂവിന്റെ വിരിഞ്ഞ രൂപത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ടാങ്കിന്റെ മുകളിലൂടെ വൃത്താകൃതിയിൽ വ്യാപിക്കുന്ന കേബിളുകളുടെ ഘടനയാണ് ഇതിന്റെ പ്രധാന സവിശേഷത. പരമ്പരാഗത കേജ് സംവിധാനങ്ങളിൽ പോലെ ഭാരം കൂടിയ ലോഹവലകൾ ഉപയോഗിക്കുന്നതിനു പകരം കൂടുതൽ ലഘുവായതും എന്നാൽ തന്ത്രപരമായി ക്രമീകരിച്ചതുമായ കേബിളുകൾ ഉപയോഗിക്കുന്നതാണ് ഇതിന്റെ വ്യത്യാസം. ഈ രൂപകൽപ്പന ടാങ്കിന്റെ ചലനക്ഷമത കുറയാതെ തന്നെ കൂടുതൽ വ്യാപകമായ സംരക്ഷണം നൽകാൻ സഹായിക്കുന്നു. ഈ സംവിധാനത്തിന്റെ പ്രധാന ലക്ഷ്യം ഡ്രോണുകൾ ഉപയോഗിച്ച് നടക്കുന്ന ടോപ്പ് അറ്റാക്ക് ആക്രമണങ്ങളെ തടയുക എന്നതാണ്. പ്രത്യേകിച്ച് ക്യുമുലേറ്റീവ് വാർഹെഡുകൾ ഉപയോഗിക്കുന്ന FPV ഡ്രോണുകൾ ടാങ്കുകളുടെ മുകളിൽ നിന്ന് നേരിട്ട് ആക്രമിച്ച് വലിയ നാശം വിതയ്ക്കുന്ന സാഹചര്യത്തിൽ റൊമാഷ്ക 1.5 മീറ്റർ ഉയരത്തിൽ തന്നെ ഇത്തരം ആക്രമണങ്ങളെ നിർവീര്യമാക്കാൻ രൂപകൽപ്പന ചെയ്തതാണ്. അതായത് ഡ്രോൺ വാർഹെഡ് ടാങ്കിന്റെ പ്രധാന ഘടകങ്ങളിലേക്ക് എത്തുന്നതിനു മുൻപ് തന്നെ അതിന്റെ ശക്തി ചിതറിക്കളയുന്ന തരത്തിലുള്ള പ്രതിരോധമാണ് ഇത് നൽകുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഒരേ സമയം 10 മുതൽ 15 വരെ ഡ്രോണുകളുടെ തുടർച്ചയായ ആക്രമണങ്ങളെയും ഇത് ചെറുക്കാൻ കഴിയുന്നു എന്നതാണ് ഈ സംവിധാനത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത്. മുൻകാല മംഗൽ കേജ് സംവിധാനങ്ങളുടെ പ്രധാന പരിമിതികളിലൊന്നായിരുന്നു ടാങ്കിന്റെ ടററ്റ്, അതായത് ഒരു ടാങ്കിന്റെ ഹല്ലിനു മുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന കവചിത ആയുധ പ്ലാറ്റ്ഫോമിന്റെ ചലനത്തെ ബാധിക്കുന്നത്. ഭാരം കൂടിയ ലോഹവലകൾ പലപ്പോഴും ടററ്റിന്റെ സ്വതന്ത്ര തിരിവിനും ഒപ്റ്റിക്കൽ സംവിധാനങ്ങളുടെ കാഴ്ച പരിധിക്കും തടസ്സമുണ്ടാക്കാറുണ്ടായിരുന്നു. എന്നാൽ റൊമാഷ്ക ഈ പ്രശ്നത്തിന് ഒരു കാര്യക്ഷമമായ പരിഹാരമാണ് നൽകുന്നത്. കേബിൾ അടിസ്ഥാനമായ ലഘുവായ ഘടന ഉപയോഗിക്കുന്നതിനാൽ ടാങ്ക് ടററ്റിന് തടസ്സമില്ലാതെ സ്വതന്ത്രമായി തിരിയാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ തെർമൽ ഇമേജറുകൾക്കും മറ്റ് നിരീക്ഷണ സംവിധാനങ്ങൾക്കും തടസ്സമില്ലാത്ത കാഴ്ച ലഭിക്കുന്നതും യുദ്ധഭൂമിയിൽ വലിയ നേട്ടമായി മാറുന്നു. ഈ വികസനം ആധുനിക യുദ്ധരംഗത്ത് ഡ്രോൺ സാങ്കേതികവിദ്യ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. ഒരു കാലത്ത് ടാങ്കുകൾ യുദ്ധത്തിന്റെ നിർണായക ശക്തിയായി കണക്കാക്കിയിരുന്നെങ്കിലും ഇന്ന് ചെറുതും കുറഞ്ഞ ചിലവുള്ള ഡ്രോണുകൾ പോലും അവയെ വലിയ ഭീഷണിയിലാക്കുന്നുണ്ട്. അതിനാൽ തന്നെ റൊമാഷ്ക പോലുള്ള നവീന പ്രതിരോധ സംവിധാനങ്ങൾ യുദ്ധതന്ത്രങ്ങളിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു. ചുരുക്കത്തിൽ റൊമാഷ്ക എന്നത് ഒരു സാധാരണ സാങ്കേതിക നവീകരണമല്ല, മറിച്ച് ആധുനിക യുദ്ധമുറകൾ എങ്ങോട്ട് നീങ്ങുന്നു എന്നതിന്റെ വിസ്മയിപ്പിക്കുന്ന സൂചനയാണ്. ഡ്രോണുകളും ആന്റി ഡ്രോൺ സംവിധാനങ്ങളും തമ്മിലുള്ള ഈ സാങ്കേതിക പോരാട്ടത്തിൽ ഓരോ പുതിയ കണ്ടുപിടുത്തവും യുദ്ധത്തിന്റെ തുലാസിനെ മാറ്റിമറിക്കാൻ ശക്തിയുള്ളതാണ്. ഇന്ന് പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിക്കുമ്പോൾ ലോകമുറ്റുനോക്കുന്നത് അണിനറയിലെ സഖ്യങ്ങളിലേക്കാണ്. ഇറാൻ കരുത്തായ ഡ്രോൺ സാങ്കേതികവിദ്യയ്ക്ക് പിന്നിൽ റഷ്യൻ പിന്തുണയും മറുവശത്ത് ഇസ്രായേലിനു കാവലായി അമേരിക്കൻ അത്യാധുനിക ആയുധബലവും അണിനിരക്കുമ്പോൾ യുദ്ധഭൂമി ഒരു പരീക്ഷണശാലയായി മാറുകയാണ്. ഇറാൻ നിർമ്മിത ഡ്രോണുകളെ പ്രതിരോധിക്കാൻ അമേരിക്കൻ സംവിധാനങ്ങൾ പൊരുതുമ്പോൾ റഷ്യൻ ടാങ്കുകൾക്ക് സുരക്ഷയൊരുക്കുന്ന റൊമാഷ്ക ആഗോള സൈനിക വിശകലനരുടെ ഇടയിൽ വലിയ ചർച്ചയാവുകയാണ്. ഈ ആഗോള ശക്തികൾ തമ്മിലുള്ള വടംവലിയിൽ ആയുധങ്ങളുടെ എണ്ണത്തേക്കാൾ പ്രധാനം സാങ്കേതികവിദ്യയുടെ കൃത്യതയാണെന്ന് വന്നിരിക്കുന്നു. അതുകൊണ്ടുതന്നെ ശത്രുവിന്റെ കണ്ണുനിര വീഴ്ത്തുന്ന ഈ നിഗൂഢപുഷ്പം കേവലം ഒരു റഷ്യൻ പ്രതിരോധ സംവിധാനമല്ല, മറിച്ച് ആഗോള യുദ്ധതന്ത്രങ്ങളുടെ ഗതി നിർണയിക്കുന്ന നിർണായക ശക്തിയായി മാറുകയാണ്. ലോകം കണ്ട
ഏറ്റവും വലിയ സാങ്കേതിക യുദ്ധത്തിന്റെ തുടക്കം മാത്രമാണിത്.